ബോട്ടിൽ അസീറില്ലേ ജ്യൂസ് അതുകൊണ്ട് തരും. ഈ ബഷീർ എന്നതുണ്ട് ഓനെങ്ങനെ വിളിക്കുക എനിക്ക് പോകാൻ മടിയായി. ഈ ടാഗില്ലേ പേരടിക്കുന്നത് ഓൻ അടിച്ചോണ്ട് ഓന അടിക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പും അടിക്കും. ഓന് നല്ലൊരു പൈസ ഉണ്ടായി. എൻ്റെ സൈഡ് അടിക്കുന്ന മെഷീൻ ഈ ഗാമയിലില്ല, ഞങ്ങൾ കമ്പനിയിലില്ല. അവിടെ ഓനെ 5-6 റിയാൽ മക്കത്തും ഉണ്ടാക്കുന്നുണ്ട്. മടങ്ങിയ മോള് തങ്ങിക്കുന്ന അങ്ങോട്ട് പോകുന്നുണ്ടായി. ഞാൻ ആ ചെക്കനാ നോക്കുന്നത് ഒരു കമ്പനി. ഞാനതാ നോക്കി തിരിഞ്ഞ് പറയാൻ നോക്കി അവനെ കാണും. അവൻ ഇങ്ങനെ കൊടുത്താൽ അങ്ങനെ പിന്നെ ഒന്നും തരാൻ നോക്കി. ഒരാൾക്കൊന്നായി കൊൻ്റെ കണക്ക് ഇതിനുള്ളിൽ ഇപ്പം നിങ്ങൾക്കൊന്നുമില്ല. അത് ഞാൻ കൊടുത്ത് തീർന്ന പോലെ തിന്നിട്ട് അല്ലെന്നില്ല പറഞ്ഞാൽ ഓരോ ഉദ്ദേശം ഒരു പൂർത്തി. അത് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ചായയും കായും ഒക്കെ ഉണ്ടാവും. നോമ്പുറക്കാൻ കുറേ സാധനം ഇപ്പോൾ വരും. നോക്കാം അങ്ങനെ ഒക്കെ അത് മടങ്ങി തേറി പൊട്ടി അതിൻ്റെ ആ തുണി പുറത്താവുന്നില്ലല്ലോ അല്ലേ? അത് കയറൊക്കെ വണ്ടിയിലെങ്കിലും മനസ്സിലാവും ഇത് എന്തെന്ന് അവൻ. അതല്ല ഇത് കൂടി നിന്നാൽ ഇപ്പം അങ്ങനെ കൂടിയെന്ന് മനസ്സിലാക്കും. എന്നെ നമുക്ക് ആദ്യം മനസ്സിലായി. അവിടെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഈ കളർ എത്തല്ലേ അതിൻ്റെ പുറത്ത് നമ്മൾ കാണുന്നത്. 2.5 മിനിറ്റാ. പഴയ ടൈമിൽ തന്നെ മടങ്ങാൻ ആ സൈഡിൽ വെയിലുണ്ടായി തീർന്ന് പോയപ്പോൾ ആദ്യം നോക്കി. മതിയല്ലോ. ഹോസ്പിറ്റലിൽ 10 നിലയുള്ളൂ. എന്തോരമുണ്ട് ഇങ്ങനെ വലിപ്പുണ്ടായിട്ട് ഞാൻ മാത്രമായിട്ട് തോന്നാറുണ്ട്. പണ്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോൾ ഡിസൈർ വന്ന് എന്നോട് ഇങ്ങോട്ട് വാങ്ങി. അപ്പോൾ വാങ്ങിയപ്പോൾ ഞാൻ മാലിഷ് പറഞ്ഞിട്ട് ഞാൻ വേഗം ഡിലേറ്റ് അടിച്ച് കാണിച്ചു. ഡിലേറ്റ് ഇങ്ങോട്ട് അടിച്ച് എന്നിട്ട് യെസ്സോ നോ ഉണ്ടല്ലോ, ഞാൻ നോർമലായിട്ട് അടിച്ച് കലാസ് ഇപ്പം അത്ര മൈൻഡ്. ഞാൻ ബസ്സിൽ വന്നപ്പോൾ ആടുന്ന ഫോട്ടോ എടുത്തോണ്ടൊക്കെ പറത്തിച്ച് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ക്യാമറ വാങ്ങേണ്ടത്. സ്റ്റോപ്പ് അടിച്ചാൽ ഓട്ടോമാറ്റിക് അല്ലേ സേവ്?